Record. Jayo Radha Madhava Jayo Kunja Bihari Jayo Radha Madhava Jayo Radha Madhava Jayo Kunja Bihari Jayo Radha Madhava Jaya Koti Janapallabha Jaya Girivardhari Jaya Girivardhari Jaya Koti Janapallabha Jaya Girivardhari Jaya Girivardhari Jaya Giri Janapallabha Jaya Girivardhari Jaya Girivardhari Jaya Yashodananda Jayo Brajana Jana Jayo Yashodananda Hare Krishna Krishna Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Hare
बिहारी राधा बिहारी जय राधा बिहारी राधा बिहारी श्याम सुंदर जन मोहन जन मोहन ചെറുതായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും സമാമന്റെ ഒക്കെ അന്ന് പിള്ളേരുടെ പ്രോഗ്രാമായിട്ടൊക്കെയാണ് ഉള്ള രീതിയിൽ ചെയ്യണമെന്ന്. അപ്പോ അല്ലെ, അത് കെട്ടിയതിനു ശേഷമാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കാനുള്ള ഭാഗ്യം അതിന് അവസരം നൽകിയ ഇപ്പോഴത്തെ ഭാരവാഹികളെയും അതിനുവേണ്ടി നല്ലവരായ നാട്ടുകാരെയും ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി നന്ദി അറിയിക്കും. വളരെ സന്തോഷം. ഭഗവത്ഗീതയിലേക്ക് പോകുന്നതിന് ശ്ലോകങ്ങളുണ്ട്, അത് ചൊല്ലിയിട്ട് നമുക്ക് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ശ്ലോകം നമ്പർ നമ്മൾ വായിക്കുന്നുണ്ട്. ഭഗവത്ഗീതയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകം 18-ാം അധ്യായം ശ്ലോകം നമ്പർ നമ്മൾ വായിക്കുന്നുണ്ട്. 78-ാം ഭഗവത്ഗീതയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകം
18-ാം അധ്യായം 78-ാമത്തെ അവസാന ശ്ലോകമാണ് വായിക്കുന്നത്. സാധാരണ ഭഗവത്ഗീത തുടക്കം മുതലാണ് വായിക്കുന്നത് അല്ലേ? നമ്മളിന്ന് ഒടുക്കം മുതലാണ് വായിക്കുന്നത്. തലകുത്തനെയാണ് അല്ലെ? കാരണം ഭഗവത്ഗീത അവസാനത്തെ ശ്ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമുക്ക് തരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഭഗവത്ഗീത പഠിച്ചാൽ കുറച്ച് നന്നായി. അതുകൊണ്ട് അവസാന ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 18-ാം അധ്യായം 78-ാം ശ്ലോകം. എല്ലാവരും ഏറ്റു പറയുക. യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധരഃ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതേ തത്ര ശ്രീർവിജയോ ഭൂതേ ധ്രുവാനീതിർമതീർമമ ധ്രുവാനീതിർമതീർമമ യത്ര യോഗേശ്വരോ കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീവിജയോ ഭൂതേ ധ്രുവാനീതിർമതീർമമ യത്ര യോഗേശ്വരോ കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതേ ധ്രുവാനീതിർമതീർമമ. ഇതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് പറയുകയാണ് മലയാളത്തില്. എല്ലാരും ഏറ്റു പറയുക. എത്ര, എവിടെ, യോഗേശ്വര, യോഗേശ്വരനായ, കൃഷ്ണ, കൃഷ്ണനുണ്ടോ, എത്ര, എവിടെ, ധനുർധരഃ, വില്ലും ശരവും ധരിച്ച, പാർത്ഥ, പാർത്ഥനുണ്ടോ, തത്ര, അവിടെ, ശ്രീ, ശ്രീയും ഐശ്വര്യവും, വിജയഃ, വിജയവും, ഭൂതി, ഭൂതിയും, ധനവും, അളവറ്റ ശക്തിയും, ധ്രുവ, ധ്രുവമായ, നീതി, നീതിയും, സന്ധീതി ഉണ്ടെന്നാണ് മമമതി, എന്റെ അഭിപ്രായം. വിവർത്തനം ഭക്തന്മാരെ ഏറ്റു പറയുക. ഈ വായിച്ച ശ്ലോകത്തിന്റെ മലയാള അർത്ഥമാണ് വായിക്കുന്നത്. ഈ ശ്ലോകം പറയുന്നത് സഞ്ജയനാണ്. സഞ്ജയൻ പറഞ്ഞു, എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും, ഐശ്വര്യവും, വിജയവും, വിജയവും, അസാധാരണ ശക്തിയും, അസാധാരണ ശക്തിയും, നീതിയും, നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. ഭാവാർത്ഥം വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഒരുപാട് ഭാവാർത്ഥമുണ്ട്. ഞാൻ 2 പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം. ഭാവാർത്ഥം. AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. വീരയോദ്ധാക്കളായ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവർ സഹായത്തിനുള്ള തന്റെ മക്കൾക്ക് വിജയം ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. തന്റെ കക്ഷി ജയിക്കുമെന്ന് ആ രാജാവ് കരുതി. പക്ഷേ യുദ്ധരംഗം വിവരിച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞത് ഇതാണ്: അങ്ങ് വിജയത്തെക്കുറിച്ച് ഓർക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ കൃഷ്ണാർജുനന്മാർ എവിടെയോ അവിടെയായിരിക്കും സർവശ്രേയസ്സും. ധൃതരാഷ്ട്രർ തന്റെ കക്ഷികൾക്ക് ജയം പ്രതീക്ഷിക്കേണ്ട എന്ന് സഞ്ജയൻ നേരിട്ട് പറയുന്നു.
കൃഷ്ണൻ കൂടെ ഉള്ളത് കൊണ്ട് അർജുനന്റെ കക്ഷി ജയിക്കുമെന്ന് ഉറപ്പിക്കാം. കൃഷ്ണൻ അർജുനന്റെ തേരാളിയാകാൻ സമ്മതിച്ചതും ഒരു വൈഭവ പ്രദർശനമാണ്. സകല വിഭൂതികളുടെയും ഉറവിടമാകുന്നു കൃഷ്ണൻ. ആ വിഭൂതികളിൽ ഒന്നാണ് വൈരാഗ്യം. ഈ വൈരാഗ്യത്തിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വൈരാഗ്യ അധിപതിയാണല്ലോ കൃഷ്ണൻ. വാസ്തവത്തിൽ യുദ്ധം ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിലാണ്. ജ്യേഷ്ഠനായ യുധിഷ്ഠിരന് വേണ്ടി പൊരുതുകയാണ് അർജുനൻ. യുധിഷ്ഠിരന്റെ സഹായികളാണ് കൃഷ്ണനും അർജുനനും. അവർ തന്റെ പക്ഷത്തിലായതുകൊണ്ട് യുധിഷ്ഠിരന് വിജയം സുനിശ്ചിതമാണ്. ആരാണ് ലോകം ഭരിക്കുക എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ യുദ്ധം. യുധിഷ്ഠിരൻ ജയിച്ച് നാടുവാഴുമെന്ന് സഞ്ജയൻ പ്രവചിക്കുന്നു. യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷവും യുധിഷ്ഠിരന് കൂടുതൽ അഭ്യുദയം ഉണ്ടാകുമെന്നും അദ്ദേഹം നീതിമാനും ഭക്തനും ധാർമ്മികനുമായതാണ് കാരണമെന്നും കൂടി സഞ്ജയൻ പറയുന്നു. യുധിഷ്ഠിരൻ തന്റെ ജീവിതത്തിൽ ഒരൊറ്റ നുണ പോലും പറഞ്ഞിട്ടില്ല. ഇനിയും പാരഗ്രാഫുകളുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓം തത് സത് ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാന പാവനേവോ വൈഷ്ണവേവോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പ്രശ്രായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മഹാവിഷ്ണു നമാമി മൃദന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത ലോകധാരണേ ശ്രീ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ആദ്യമായി ഒരു നല്ലൊരു ഉദ്യമത്തിന് ഒരുമിച്ച് കൂടിയിരിക്കുക. വളരെ സന്തോഷമുണ്ട്. ഭഗവത്ഗീത വളരെ അത്യാവശ്യം ഒരു മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട ഒരു മഹനീയമായ ഒരു ഗ്രന്ഥം. ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ, അതിനെക്കുറിച്ച് കേൾക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ക്ലാസ്സിൽ വരാൻ പറ്റത്തുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആദ്യം ഭഗവത്ഗീത ഒന്ന് കണ്ടിരിക്കണമെന്ന്. എത്ര പേര് ഭഗവത്ഗീത ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്? ഒന്ന് കൈപ്പൊക്കിക്ക്. ഭഗവത്ഗീത കണ്ടിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കി. ശരി. ഭഗവത്ഗീത തൊട്ടിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കിക്ക്. ഭഗവത്ഗീത മറച്ചു നോക്കിയിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കിക്ക്. ഭഗവത്ഗീത ഒന്ന് കുറച്ചെങ്കിലും വായിച്ചിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കിക്ക്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ അത് മഹാഭാഗ്യമാണ്, വളരെ ഭാഗ്യമാണ്. ഭഗവത്ഗീതയ്ക്ക് അകത്ത് ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പ് ശങ്കരാചാര്യ ഭഗവത്ഗീതയെ കുറിച്ച് വർണ്ണനം ചെയ്യുന്നത് ഇതിന്റെ അവതാരികയുടെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഗംഗയിൽ സ്നാനം ചെയ്താൽ എന്ത് ഫലം കിട്ടുമോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വീട്ടിലിരുന്ന് ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗംഗാ നദി പവിത്രമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഗംഗാ നദിക്ക് വേറെ വിശേഷമൊന്നുമില്ല, ഒറ്റ വിശേഷമേ ഉള്ളൂ. ഗംഗ ഭൂമിയിൽ പതിച്ചത് ഭഗവാന്റെ പാദത്തിൽ തട്ടിയിട്ടാണ് ഭൂമിയിൽ പതിച്ചത്. അതുകൊണ്ട് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ ശിവഭഗവാൻ അത് എവിടെ ഏറ്റെടുത്തു? തലയിൽ ഏറ്റെടുത്തു. കാരണം എന്ത്? അത് ഭഗവാന്റെ ചരണ അമൃതമാണ്. അതുകൊണ്ട് ശിവഭഗവാൻ തലയിൽ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെ ഭൂമിയിൽ പതിച്ച വെള്ളത്തിന്റെ മഹാത്മ്യം എന്തെന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ പാദം തട്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് അത്ര മഹാത്മ്യം. എല്ലാരും കേട്ടിട്ടില്ലേ? ഗംഗയിൽ പോയി കുളിക്കണം ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെ? ഗംഗയിൽ കുളിച്ചിട്ടുള്ളവരെന്ന് കൈപ്പൊക്കിക്കേ. വെരി ഗുഡ്, ഗംഗയിൽ കുളിച്ചിട്ടുണ്ട് അല്ലെ? വെരി നൈസ്. ഗംഗയിൽ കുളിച്ചാൽ എന്താണ് ഗുണം? ഗംഗയിൽ കുളിച്ചാൽ നമ്മൾ അതുവരെ ചെയ്ത പാപം ആരേറ്റെടുത്തോളും? ഗംഗാ നദി ഏറ്റെടുത്തോളും. പിന്നെ നമുക്ക് ആ പാപം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടതില്ല. എന്നാൽ യമുനയിൽ കുളിച്ചാൽ എന്താണ് ഗുണം? അതറിയാമോ? യമുനയിൽ കുളിച്ചവരൊന്ന് കൈപ്പൊക്കിക്കേ. യമുനാ നദി എവിടെയുണ്ട്? പറയൂ. യമുനാ നദി എവിടെയുണ്ട്? മധുര വൃന്ദാവൻ ഡാം അവിടെയാണുള്ളത്. ഗംഗാ നദി അതും താണ്ടി എവിടെ? കൽക്കത്ത വരെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ യമുനാ നദിയിൽ കുളിച്ചാൽ എന്താണ് ഗുണം? ഗംഗാ നദിയിൽ കുളിച്ചാൽ എന്താണ് ഗുണം അറിയാമോ? ഗംഗാ നദിയിൽ കുളിച്ചാൽ അതുവരെ ചെയ്ത പാപമെല്ലാം ആരേറ്റെടുത്തോളും? ഗംഗാമാത ഏറ്റെടുത്തു. യമുനാ നദിയിൽ കുളിച്ചാൽ എന്താണ് ഗുണം എന്ന് പറയുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു ടൂറ് പോയപ്പോൾ ആൾക്കാരെല്ലാരും കൂടെ യമുനാ നദിയിൽ കുളിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ ഇതേപോലെ ഒരു മഹനീയത, യമുനയുടെ മഹനീയത പറയാൻ വേണ്ടി അവിടുത്തെ ഒരു ഭക്തൻ യമുനയുടെ മഹാത്മ്യം പറയാൻ തുടങ്ങി. അതിനു മുമ്പ് ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഉടനെ പോയി കുളിക്കാനുള്ള വെമ്പൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ് എടുക്കുന്ന ഭക്തൻ പറഞ്ഞു, ഗംഗയിൽ നിങ്ങൾ സ്നാനം ചെയ്താൽ ഈ ജന്മത്തായിക്കോട്ടെ പൂർവ്വജന്മത്തിലായിക്കോട്ടെ നിങ്ങൾ ചെയ്ത പാപമെല്ലാം ആരേറ്റെടുത്തോളും? ഗംഗാദേവി ഏറ്റെടുത്തോളും. പാപം നിനക്ക് അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ഈ ഭൂമുഖത്ത് കഷ്ടപ്പെടേണ്ടതില്ല. എന്നാൽ അതിനേക്കാളും മഹനീയമാണ് യമുനാ നദിയിലുള്ള കുളി. കാരണം എന്ത്? ഗംഗാ നദിക്ക് നമ്മുടെ പാപം മാത്രം ഏറ്റെടുക്കാനുള്ള കഴിവേ ഉള്ളൂ എങ്കിൽ യമുനാ നദിക്ക് നിങ്ങളുടെ പുണ്യം കൂടെ ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടി പാപം ഏറ്റെടുത്താൽ കുഴപ്പമില്ല, അത് ഇറക്കി വെക്കാനാണ് നമുക്ക് ഇഷ്ടം. പുണ്യം ഏറ്റെടുക്കുന്ന പറഞ്ഞപ്പോ ആർക്കും എവിടെ കുളിക്കണ്ട, എല്ലാവരും തിരിച്ചു വരാൻ തുടങ്ങി. അതാണോ ശരി? ആലോചിക്കുമ്പോ ഒരു കൺഫ്യൂഷൻ ആയി. അയ്യോ, പുണ്യം എടുത്തോണ്ട് പോയാൽ പിന്നെ എങ്ങനെ? അല്ലേ? അങ്ങനല്ല. ആദ്യം പാപമേ എടുക്കത്തുള്ളൂ, പിന്നെ പുണ്യം എടുക്കത്തുള്ളൂ. അതിപ്പോ നമുക്കുള്ള സ്റ്റേജ് അല്ല, അതിന്റെ അടുത്ത ലെവലാണ്. പാപം ഏറ്റെടുത്ത് കഴിഞ്ഞ് പുണ്യവും പാപവും ഇല്ലാത്ത ഒരവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് എവിടെ പോകാൻ പറ്റൂ? വൈകുണ്ഠടുത്ത് പോകാൻ പറ്റൂ. അതിനു മുമ്പ് നമുക്ക് പോകാൻ പറ്റുന്ന 14 ലോകത്തിൽ ഒരുപാട് ലോകങ്ങളുണ്ട്, അവിടെ പുണ്യം കൊണ്ട് പോകാം. എന്നാൽ 14 ലോകവും താണ്ടി വൈകുണ്ഠ ലോകം ഗോലോക വൃന്ദാവനത്തിൽ എത്തണമെങ്കിൽ എന്തിന്റെ കെട്ടും കൂടെ അയച്ചു വയ്ക്കണം? പുണ്യം കൂടെ ഇല്ലാത്തവർക്കേ അവിടെ പോകാൻ പറ്റും. പുണ്യവും പാടില്ല, പാപവും പാടില്ല. അതെന്തൊരവസ്ഥയാണ്? അതാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നത്, നിങ്ങൾക്കത് ഈ ഭൗതിക ലോകത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പാപവും നിങ്ങളെ ഏക്കത്തില്ല, പുണ്യവും നിങ്ങളെ ഏക്കത്തില്ല. പാപവും പുണ്യവും ഒരുപോലെ നമുക്ക് ദോഷമാണ്. ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. എന്താണ്? കാഞ്ചന കൂട്ടിലാണ് നമ്മൾ ഉള്ളത്, അതുകൊണ്ട് അത് ബന്ധനമാണോ അല്ലയോ? നമ്മളെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. നോക്കിയപ്പോ ജയിലിലെ കമ്പിയൊക്കെ ഏതാണ്? സ്വർണം കൊണ്ടുണ്ടാക്കിയത്. നിങ്ങൾ ഹാപ്പിയാണോ? അല്ല. അത് ഇരുമ്പ് കമ്പി ആയാലും ഒരുപോലെ തന്നെ, സ്വർണ്ണ കമ്പി ആയാലും തന്നെ ഏതിനകത്താണ്? ജയിലിനകത്താണ്. അപ്പൊ അതിൽ സന്തോഷിക്കാൻ പറ്റുമോ? പറ്റൂല. അതേപോലെ ഭൗതിക ലോകം എന്ന് പറയുന്നത് അതൊരു ബന്ധനമാണ്. ഏതിന്റെ ബന്ധനമാണ്? ഭഗവത്ഗീത പറയുന്നു, അത് ജനന മരണ രോഗ വാർദ്ധക്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഈ ജനനമുണ്ടാവും, മരണമുണ്ടാവും, രോഗമുണ്ടാവും, വാർദ്ധക്യം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് സന്തോഷിക്കാൻ യഥാർത്ഥത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ നമ്മൾ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ദുഃഖത്തിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സന്തോഷം അല്ല യഥാർത്ഥ സന്തോഷം. നമുക്ക് മുട്ടായി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഒരാളെന്ന് പറയുന്നത് 5 സ്റ്റാർ മേടിച്ചു തരാം.
ഇപ്പോഴത്തെ ആൾക്കാർ നമ്മള് നാരങ്ങ മുട്ടായി 50 പൈസക്കുള്ളതാണ് നമ്മളൊക്കെ സ്കൂളിൽ പോയപ്പോ കഴിച്ചിരുന്നത്. നാരങ്ങ മുട്ടായി കഴിച്ചിട്ടുള്ളവർ കൈപ്പൊക്കിക്കേ. ഇന്നത്തെ പിള്ളേർക്ക് നാരങ്ങ മുട്ടായി വേണ്ട, പകരം എന്ത് മതി? 5 സ്റ്റാർ 5 രൂപയുടെ കഴിച്ചിട്ടുള്ളവർ കൈപ്പൊക്കിക്കേ. ഇന്നത്തെ 5 സ്റ്റാറിന്റെ പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിള്ളേര് വാട്സപ്പ് ഇടും, ഞാൻ അത് കാണിക്കും, അവർ 200 രൂപയുടെ ഒരു ചോക്ലേറ്റ് എടുത്ത് തരും, വീട്ടിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ 180, സോറി 210, 180 ആണ് ഇന്നത്തെ ചോക്ലേറ്റിന്റെ വില. പേര് പോലും എനിക്കറിയില്ല, വായിച്ചാൽ മറന്നു പോകും. നാരങ്ങ മുട്ടായി എന്ത് എളുപ്പമായിരുന്നു പറയാൻ. 5 സ്റ്റാർ, അന്നത്തെ 5 സ്റ്റാറിന് 5 രൂപ ഉണ്ടായിരുന്നുള്ള വില. ഇന്നത്തെ എന്തൊക്കെയോ പേരുള്ള 1000 മുട്ടായി അല്ലേ. അപ്പോ നമ്മൾ നാരങ്ങ മുട്ടായി കഴിച്ചാൽ നമ്മളോട് പറയാണ് 5 സ്റ്റാർ തരാന്ന് പറയുമ്പോൾ നമുക്ക് 5 സ്റ്റാറിന്റെ രുചി അറിഞ്ഞാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയും? നാരങ്ങ മുട്ടായി മതി എന്ന് പറയും അല്ലേ. എന്നതുപോലെയാണ് വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത് ജനന മരണ രോഗ വാർദ്ധക്യം ഇല്ലാത്ത ഒരു ലോകമാണ്. അതിന്റെ പേര് വൈകുണ്ഠം എന്നാണ്. എന്താ കുണ്ഠം എന്ന് പറഞ്ഞാൽ? എന്താണ് ദുരിതം. കുണ്ഠം എന്ന് പറഞ്ഞാൽ അയ്യോ തലവേദന, ഒരുപാട് കുണ്ഠങ്ങളാണെന്ന് പറയുന്നത് വെച്ചാൽ ദുരിതങ്ങളാണ് എന്നാണ്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാത്തത്. അപ്പൊ വൈകുണ്ഠ ലോകത്ത് പോകാനാണ് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ നമ്മളെ വിളിക്കുന്നത്. എന്നാൽ വൈകുണ്ഠ ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോണ്ട. ഇവിടെ തന്നെ നമുക്ക് വൈകുണ്ഠ ലോകത്തിൽ ഉള്ളതുപോലെ ആനന്ദത്തോട് ജീവിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ താമര ഇല പോൽ. എന്താ താമരയെ കുറിച്ച് ഒരുപാട് വർണ്ണനകൾ ശാസ്ത്രങ്ങളിൽ കാണാൻ പറ്റും. ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നതെല്ലാം താമര കണ്ണുള്ള ഭഗവാനെ എന്നാണ്. ഏത് ഭഗവാന്റെ പാദം ഇതിനെ കുറിച്ച് പറയുമ്പോൾ താമര പാദങ്ങളുള്ള ഭഗവാൻ. എന്തിനാണ് ഈ താമരയ്ക്ക് ഇത്ര ശ്രേഷ്ഠത? എന്താണ്? എത്രയോ പുഷ്പങ്ങളുണ്ട്. റോസാ പുഷ്പമുള്ള പോലുള്ള കണ്ണുകളുള്ള ഭഗവാനെ കേട്ടിട്ടുണ്ടോ? റോസാ പുഷ്പത്തിനെ പോലെ പാദങ്ങളുള്ള കൃഷ്ണ കേട്ടിട്ടുണ്ടോ? ഇല്ല. താമര പാദമുള്ള കൃഷ്ണ അല്ലെ. താമര നയന കേട്ടിട്ടുണ്ട്. എന്താണ് താമരയ്ക്കുള്ള പ്രത്യേകത? താമര എന്നുള്ള ആ ഒരു സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, താമര വളരുന്നത് ചെളിയിലാണ്. എന്തിനാണ്? താമര ഇല പോലും ചെളിയിലാണ് കിടക്കുന്നത് അല്ലെ. എന്നാ ചെളി താമരയിലെ ബാധിക്കാറുണ്ടോ? താമര ഇലയിൽ നമ്മൾ ചോറ് എടുത്ത് കഴിക്കും. പക്ഷെ അത് പറിച്ചുകൊണ്ട് വരുന്നത് കുളത്തിൽ നിന്നാണ്. കുളത്തിലാണെങ്കിൽ ഇല്ലാത്ത മാലിന്യം ഒന്നുമില്ല. അതാണ് കുളം എന്ന് പറയുന്നത്. കുളം എന്ന് പറഞ്ഞാൽ എന്താ? സർവ്വ മാലിന്യവും അടങ്ങുന്നതാണ് കുളം. അതാണല്ലോ കുളം പോലെ ആയി. മൊത്തം കുളമായി. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോ ആരുമില്ല. ഉടനെ നമ്മൾ പറഞ്ഞു മൊത്തം കുളമായി, ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാന്റെ നാമം പറയുന്നതുകൊണ്ട് അതിന് ഒരു കാന്തം പോലെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. ഭഗവാന്റെ കൃപ നിങ്ങളെല്ലാം എത്തി. ഭഗവാന്റെ കൃപ. ഓക്കെ. അപ്പോ മൊത്തം കുളമായി എന്ന് പറഞ്ഞാൽ എല്ലാം കുളമായെന്നാണ്. ഇന്ന് ആ കുളത്തിൽ നിന്നുമാണ് താമര ഇല നമ്മൾ പറിച്ചുകൊണ്ട് വരുന്നത്. താമര ഇല കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് കാരണം? അത് കുളത്തിലാണ് കിടന്നെങ്കിൽ കൂടിയും കുളത്തിലെ മാലിന്യം ആരിലേശത്തില്ല. താമരയെ ഏശത്തില്ല. അത്ഭുതമാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആ ഒരു ചെടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. താമര ഈ ഇലയിൽ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ ചോറ് വിളമ്പുകയാണെങ്കിലും കഴിക്കാം. അതിനകത്ത് എന്ത് മാലിന്യം? ഏശത്തില്ല. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ തന്നെ വൈകുണ്ഠം സൃഷ്ടിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളെ പാപവും പുണ്യവും ഇതെല്ലാം ഇട്ടിട്ട് ഇവിടെ നിന്ന് മരിച്ച് നമുക്ക് അറിഞ്ഞുള്ളത് ഏതോ വൈകുണ്ഠത്തിൽ പോകാനുള്ള കാര്യമല്ല പറയുന്നത്. ഇവിടെ തന്നെ സന്തോഷിക്കാൻ ജീവിക്കാൻ പറ്റും. അതിന്റെ തെളിവാണ് കൃഷ്ണൻ ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഐശ്വര്യം വേണോ? വിജയം വേണോ? നീതി വേണോ? കോടതിയിൽ ഞാൻ വക്കീലാണ്. കോടതിയിൽ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ്? നീതി കിട്ടാനാണ് എല്ലാവരും വരുന്നത്. പക്ഷെ അന്യായമാണ് അവിടെ എഴുതി കൊടുക്കുന്നത്. എഴുതി കൊടുക്കുന്ന സാധനത്തിന്റെ പേര് അന്യായം സംഭവിച്ചിരിക്കുന്നു, ഇതാ പിടിച്ചോ, അതിൽ നിന്ന് ന്യായം എനിക്ക് നടപ്പിലാക്കി തരാം. ഇതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ എല്ലാവരും ഓടി നടക്കുന്നത് എന്തിനാണ്? ന്യായത്തിന് വേണ്ടിയാണ്, നീതി കിട്ടാനാണ് അല്ലെ. അത് നിങ്ങൾക്ക് വേണോ? വേണം. അപ്പൊ ഐശ്വര്യം വേണം, അസാധാരണമായ ശക്തി എന്ത് വേണം? ആരും നമ്മളെ പരാജയപ്പെടുത്താൻ പാടില്ല. നമ്മൾ എന്നും വിജയിച്ചിരിക്കണം. അതാണല്ലോ അസാധാരണ ശക്തി. അപ്പൊ ഐശ്വര്യം, വിജയം, അസാധാരണമായ ശക്തി, നീതി, ഇവ എനിക്ക് വേണം. പക്ഷെ അത് എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന രീതിയിലെല്ലാം രാവിലെ വെച്ച് രാത്രി വരെ ഓടി നടക്കുകയാണ്. ആര് ഓടിയതുപോലെ? ദുര്യോധനൻ ഓടിയതുപോലെ. ദുര്യോധനൻ ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ദുര്യോധനൻ പാണ്ഡവരെ ഉപദ്രവിച്ച് എവിടെ കൊണ്ട് തള്ളി?
കാട്ടി കൊണ്ടു തള്ളി. അപ്പൊ നമ്മൾക്ക് വിരോധമുള്ള ആളിനെ പിടിച്ച് നമ്മൾ കാട്ടിൽ കൊണ്ടുവിട്ടു. എന്നിട്ടും ആരും ഉറങ്ങില്ല. കാട്ടിൽ പോയവര് സുഖമായിട്ട് കാട്ടിൽ കിടന്ന് ഉറങ്ങി. പക്ഷെ അസൂയ കൊണ്ട് ആരും ഉറങ്ങിയില്ല. ദുര്യോധന ഉറങ്ങിയില്ല. ഇപ്പൊ ദുര്യോധന ചെയ്യുന്നത് അയ്യോ കാട്ടിൽ അവർ സന്തോഷമായിട്ടിരിക്കുമോ എന്നാണ് ഇപ്പൊ ദുര്യോധനന്റെ ചിന്ത. അതുകൊണ്ട് ദുര്യോധനൻ അവിടെ അവരെ കൊല്ലാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഇവിടെ ഇരുന്നേ ചിന്തിച്ചു കൂട്ടുകയാണ്. എങ്ങനെ മറ്റവരെ ഉപദ്രവിക്കാം എന്നതിനെ കുറിച്ച് ദുര്യോധനൻ തല കുത്തി ആലോചിക്കുകയാണ്. രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഉറക്കം പോലും ഇല്ലാതെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിജയം അവർക്ക് കിട്ടിയോ? ദുര്യോധന പക്ഷത്തിന് കിട്ടിയോ? എത്രയോ ആൾക്കാരെ സ്വന്തം ഭാഗത്ത് ചേർത്തു. 11 അശ്വനി പട ആരുടെ കൂടെ ഇരുന്നു? ടീം ചേർത്ത് 11 അശ്വനി പട ദുര്യോധനന്റെ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. പാണ്ഡവ പക്ഷത്ത് വെറും 7 അശ്വനി പട ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളും സ്വന്തക്കാരെ നമ്മുടെ പക്ഷത്ത് ചേർക്കും. നമ്മുടെ ശത്രുക്കളെ രണ്ടായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ നമ്മുടെ ടീമിൽ ചേർക്കാനുള്ള ഓട്ടത്തില് അല്ലെ നമ്മൾ ഓടാറില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ഓടി നല്ല രീതിയിൽ കാര്യങ്ങൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് എല്ലാം ചെയ്ത ദുര്യോധന പക്ഷം ആൾബലം ഇരുന്നിട്ട് കൂടി ഒരുപാട് വെപ്പൺസ് അവരുടെ കയ്യിൽ കൂടുതൽ ഇരുന്നിട്ട് കൂടി വിജയം അവരുടെ ഭാഗത്ത് ഉണ്ടായോ? ഇല്ല. പകരം എവിടെയാണ് വിജയം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നതാണ് ഇന്നത്തെ ശ്ലോകം. സഞ്ജയൻ ആരാണ്? ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്ത മന്ത്രി. എന്ത് പറഞ്ഞു കൊടുത്ത മന്ത്രി? യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവ് ടെലികാസ്റ്റ് വഴി ഇദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റും. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടന്ന യുദ്ധത്തിനെ ഇപ്പുറത്തിരുന്ന് കണ്ടതുപോലെ ലൈവ് ടെലികാസ്റ്റ് പറയാനുള്ള കഴിവ് ഗുരുവിന്റെ അനുഗ്രഹം, സഞ്ജയന്റെ ഗുരുവായ വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് ആർക്കുണ്ടായി? സഞ്ജയനുണ്ടായി. ആ അറിവും കഴിവും സിദ്ധിയും വെച്ച് യുദ്ധകളത്തിൽ നടക്കുന്ന ആ ടെലികാസ്റ്റ് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കേൾപ്പിക്കുക. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് പറയുന്ന ആ ഒരു സംഗതി ഇന്ന് നമുക്ക് ക്രിക്കറ്റ് അല്ലെ ലൈവ് ടെലികാസ്റ്റ് ടി വിയിൽ കാണാം. പക്ഷെ അന്ന് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്ത് പോലും ഇല്ലല്ലേ? ഇന്ന് അങ്ങനെ പറ്റുന്നതുകൊണ്ട് നമുക്ക് പറയാം ഓ അങ്ങനെയും പറ്റും എന്ന് പറയാം. പക്ഷെ അന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. അന്ന് അത് ചെയ്തു. അപ്പൊ അന്ന് യുദ്ധത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറയുന്നതിന്റെ കൂടെ അവസാനം അദ്ദേഹം പറയുകയാണ് ഭഗവത്ഗീതയുടെ കാര്യങ്ങൾ. ഭഗവത്ഗീത കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു എന്നൊക്കെ ആർക്കും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, ധൃതരാഷ്ട്രനും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന്റെ കൂടെ വ്യക്തമായി പറയുന്നുണ്ട് ഒരിക്കലും ആർക്കും യുദ്ധത്തിൽ ജയമില്ല, നിങ്ങളുടെ പക്ഷത്തിന് ജയമില്ല. കാരണം എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്തോ ധനുർധരഃ തത്ര അവിടെ ശ്രീ വിജയോ ധ്രുവ നീതിർ മതിർമമഃ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ അവിടെ മാത്രമേ ഐശ്വര്യം, വിജയം, അസാധാരണ ശക്തി, നീതി ഉണ്ടാവത്തുള്ളൂ. ഇതാണ് നിയമം. ഇത് അറിഞ്ഞുകൂടാതെ നിങ്ങളുടേതായ സ്വന്തം ബുദ്ധി കഴിവ് എല്ലാം എത്ര തലകുത്തി മറിഞ്ഞാലും ആത്യന്തിക വിജയം, അവസാനത്തെ വിജയം ആർക്കേ ആയിരിക്കുള്ളൂ? ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്കേ വിജയമുണ്ട്. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ആര് അവസാനിപ്പിക്കുന്നു? അങ്ങനെ അവസാനിക്കുന്ന ശ്ലോകമാണ് നമ്മൾ ഇന്നത്തെ തുടക്കം ക്ലാസ്സിൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ എങ്ങനെ കൃഷ്ണനെ കൊണ്ടുവരാം? അന്ന് ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണൻ അർജുനന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പം കൃഷ്ണന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അർജുനന് എളുപ്പമായിരുന്നു അല്ലെ? ഇന്ന് നമ്മുടെ ഫ്രണ്ടിലെ ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണൻ ഇതേപോലെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിന് ഉത്തരമാണ് കൃഷ്ണൻ പറഞ്ഞ ഉപദേശങ്ങൾ. ഓക്കെ. നമ്മുടെ അപ്പൂപ്പൻ മരിക്കും മുമ്പ് കുറെ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അത് വായിക്കാൻ നമുക്ക് സന്തോഷമാണ്. അപ്പൂപ്പ എഴുതി തന്നു, എനിക്ക് സ്വത്ത് എഴുതി തന്നു, ഭയങ്കര സന്തോഷമാണ് അല്ലേ? ആണല്ലേ? അങ്ങനെ അപ്പൂപ്പൻ വിൽപത്രത്തിന്റെ കൂടെ കുറെ ഉപദേശം കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഉപദേശം വായിക്കും തോറും നമുക്ക് ആരെ ഓർമ്മ വരും? അപ്പൂപ്പനെ ഓർമ്മ വരൂലേ? നമ്മുടെ എല്ലാവരുടെയും അപ്പൂപ്പനാണ് കൃഷ്ണൻ. നമ്മളോട് പറയേണ്ടതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അതാണ് ഭഗവത്ഗീത. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണോ കൃഷ്ണനെ മുൻനിർത്തി ചെയ്യേണ്ടത് എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഭഗവാനെ മുൻനിർത്തി നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ. പൂജ്യമാണ് നമ്മൾ. ലൈഫിൽ മൊത്തം പരാജയമേ നേടിയിട്ടുള്ളൂ. വിഷമിക്കേണ്ട. ഒന്നിന് ശേഷം വരുന്ന പൂജ്യമായാൽ മതി. നമ്മൾ പൂജ്യമാണ്. നമ്മൾ വരുന്നത് ഏതിന്റെ ശേഷമുള്ള പൂജ്യമാണ്? ഒന്നിന്റെ ശേഷമുള്ള പൂജ്യമാണോ? അല്ല. ഒന്നിന് ശേഷമുള്ള പൂജ്യം 10 അത് 9 നമ്പരും താണ്ടിയാണ്. അപ്പൊ 9 പേരെയും താണ്ടി 10ാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മളെക്കാളും താഴെ വേറെ 9 ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പൊ ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന് ശേഷമുള്ള പൂജ്യം പോലെ 10ആയി മാറും. നമ്മൾ ഒരു പൂജ്യമാണെങ്കിൽ സഹിക്കാം. ഞാൻ വമ്പൻ പരാജയമാണെന്ന് പറയുന്നവരുണ്ട്.
അവര് 2 പൂജ്യമായിരിക്കും. ആ 2 പൂജ്യമാണെങ്കിൽ വിഷമിക്കണ്ട. ആ 2 പൂജ്യത്തിന്റെ ഫ്രണ്ടിൽ ആരെ കൊണ്ടുവന്നാൽ മതി? ഭഗവാനെ കൊണ്ടുവന്നാൽ മതി. ഭഗവാൻ കൃഷ്ണനെ കൊണ്ടുവന്നാൽ. അപ്പൊ അവര് 2 പൂജ്യത്തിന് മുമ്പുള്ള 1 എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ എന്തായിട്ട് വായിക്കണം? 100 100. 3 പൂജ്യമാണെങ്കിൽ 1000. എന്നിങ്ങനെ നമ്മുടെ ലൈഫിൽ എത്ര പരാജയപ്പെട്ടാലും നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ആ ജീവിതം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, ഭഗവാന്റെ മന്ത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ, കണക്ക് പ്രകാരം ഈ ലോകത്തിൽ 84 ലക്ഷം ശരീരങ്ങളുണ്ട്. അതിൽ ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. 84 ലക്ഷം ശരീരത്തില് മനുഷ്യ ശരീരത്തിൽ അല്ലാതെയുള്ള എവിടെ ഇരുന്നാലും മന്ത്രം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറ്റൂല. പറ്റോ? കൃഷ്ണനെ കുറിച്ച് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂല. പറ്റോ? പറ്റില്ല. നമ്മുടെ ശരീരം ജനിച്ചിട്ട് മരിച്ചാൽ നമുക്ക് മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൃമിയായിട്ട് ജനിക്കാം, കീടമായിട്ട് ജനിക്കാം, പേപ്പട്ടയായിട്ട് ജനിക്കാം, പാമ്പായിട്ട് ജനിക്കാം, തേളായിട്ട് ജനിക്കാം, എന്തായിട്ട് ജനിക്കാം. ആ ജന്മങ്ങളിലൊന്നും ഭഗവത്ഗീത പഠിക്കാൻ പറ്റൂല. പറ്റോ? നാമം ജപിക്കാൻ പറ്റോ? പറ്റൂല. പറ്റോ? എന്നാൽ ഈ ജന്മത്തിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, കണക്ക് പ്രകാരം നമ്മൾ വട്ടപൂജ്യമാണെങ്കിൽ പൂജ്യമല്ല, നമ്മൾ വളരെ ഭാഗ്യവാന്മാരായ ജീവാത്മാവിലെ ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ ആവാൻ ആഗ്രഹിക്കുന്നവർ, ഭഗവത്ഗീത പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർ, നമ്മുടെ ഈ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ ഭാരവാഹികൾ വളരെ ആത്മാർത്ഥമായി ഇത് പഠിക്കാനുള്ള ഭാഗ്യം ഇവിടുത്തെ പരിസരവാസികൾക്കും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വേണ്ടി ഇവിടെ ഈ മനോഹരമായ ഹാളിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കേണ്ടത്. അതിന്റെ അർത്ഥം ശരിയാവണ്ണം മനസ്സിലാക്കി ഈ ക്ലാസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. നമുക്ക് വേണമെങ്കിൽ അതിൽ വന്ന് അതിന് ഗുണം ചെയ്യാം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഭഗവത്ഗീത മഹനീയമാകുന്നു എന്ന്. ഗംഗാ നദി ഭഗവാന്റെ പാദത്തിൽ തട്ടി ഭൂമിയിൽ വന്നതുകൊണ്ടാണ് അതിനിത്ര മഹിമയെങ്കിൽ, പാദം എന്നുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണോ മുഖം? മുഖത്തിൽ വായിലൂടെ വരുന്നതാണ് എന്താണ്? ഭഗവത്ഗീത. മനസ്സിലായോ? അപ്പൊ പാദത്തിൽ തട്ടി വന്നാലേ മഹിമയെങ്കിൽ മുഖത്തോടെ വരുന്നതിന് എന്തുമാത്രം മഹിമ കാണും. അതാണ് ഭഗവത്ഗീത. കാരണം എന്ത്? ഭഗവാൻ അദ്ദേഹത്തിന്റെ തിരുമുഖത്തിലൂടെ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. അത് സ്പെസിഫിക്കലി മനുഷ്യന് വേണ്ടി ഉപദേശിച്ചതാണ്. കാരണം ഭഗവത്ഗീത മൃഗങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, വായിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പൊ മനുഷ്യന് വേണ്ടി തന്നെ 84 ലക്ഷം ജീവാത്മാക്കളും ഭഗവാൻ ഒരുപോലെയാണ് എങ്കിലും മനുഷ്യജന്മത്തിനുള്ള പ്രത്യേകത ഭഗവാൻ മനുഷ്യന് ശരീരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ മാനിച്ച് ഭഗവാൻ നമുക്കൊരു ഉപദേശവും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണോ ഒരു TV മേടിക്കുമ്പോൾ അതിന്റെ മാനുവലും കൂടെ അവർ ബുക്കായിട്ട് തരും, അല്ലേ? ഒരു മൊബൈൽ മേടിക്കുമ്പോൾ അതിന്റെ സ്വിച്ച് എങ്ങനെയാണോ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു ലീഫ്ലെറ്റും കൂടെ തരും. നമ്മൾ വായിക്കാറില്ല, അത് വേറെ കാര്യം. ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കി കൊട്ടാനാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അതേപോലെ ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട, അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മുടെ ഹരേ കൃഷ്ണ ആശ്രമത്തിൽ നിന്ന് ഭക്തന്മാർ മാറി ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ അതിനുവേണ്ടി ഈ മഹനീയമായ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ ഇന്നത്തെ ഭാരവാഹികൾ, പണ്ടത്തെ ഭാരവാഹികൾ ഒക്കെ സന്തോഷത്തോടുകൂടി എത്രയോ വർഷം ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മനോഹരമായ ഈ ബിൽഡിംഗ് ഇവിടെ വന്നത്. അതേപോലെ ഈ ബിൽഡിങ്ങിന്റെ ശരിയായ ഉപയോഗമാണ് ഭഗവാനെ കുറിച്ചുള്ള ഈ ജ്ഞാനം ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അത് ഈ ജന്മത്തെ നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന ഈ മഹനീയമായ കർമ്മത്തിൽ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും വന്ന് ഈ മഹനീയമായ കർമ്മത്തിൽ പങ്കുകൊള്ളണം. ഇത് പങ്കെടുക്കുമ്പോൾ നമുക്ക് കീർത്തനത്തിൽ പങ്കെടുക്കാം, ഭഗവത്ഗീതയെ കുറിച്ച് കേൾക്കാം. നമ്മുടെ പരിസരവാസികളെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു നല്ലൊരു അടിപൊളി ഗാദറിംഗ് ആയി സന്തോഷമായിട്ട് പിരിയുമ്പോൾ നല്ല സൂപ്പർ പ്രസാദം, ഭഗവാന് നിവേദിച്ച പ്രസാദവും കഴിച്ച് നമുക്ക് പിരിയും. അപ്പൊ ഇത് ഒരുമിച്ച് ചേരുമ്പോൾ, ഇങ്ങനെ ഒരുമിച്ച് ചേരുമ്പോഴാണ് സമൂഹത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും വരുന്നത്. ആ ഐക്യം നമുക്കും കൂടെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി സർവേശ്വരൻ നമ്മളെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കുമാറട്ടെ. നമ്മുടെ ദേവിയുടെ കൃപാ കടാക്ഷം നമ്മളെല്ലാവർക്കും പെരുമാറാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അതിന് അവസരം നൽകിയ ഈ ഭാരവാഹികളോട് വളരെ ആത്മാർത്ഥമായി നന്ദി പറയും. താങ്ക് യു സാർ. വളരെ സ്പെഷ്യൽ. താങ്ക് യു സാർ. ഹരേ കൃഷ്ണ. വളരെ സ്പെഷ്യൽ. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങളുടെ അച്ഛനെ അമ്മയെ വിളിച്ചുകൊണ്ട് വരണം. നിങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് വരണം. വൈഫുമാരെ കൊണ്ടുവരണം. ഭർത്താക്കന്മാരെ കൊണ്ടുവരണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരണം. നിങ്ങളുടെ നാട്ടുകാരെ കൊണ്ടുവരണം. ഇത് വലിയ ഒരു പരിപാടിയാണ്, വലിയൊരു സൗഭാഗ്യമാണ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് ദയവായി വരണം. ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉപയോഗം, മഹിമകൾ വർണ്ണിക്കാനാണ് ഇതുപോലത്തെ ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിനുള്ള ഭാഗ്യം ഇവിടുത്തെ ആൾക്കാർക്കുണ്ട്. അതിനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാക്കി തന്ന ഭാരവാഹികളെ
എന്തുകൊണ്ടും നമ്മൾ പ്രശംസയോടെ പുകഴ്ത്തേണ്ടതാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശരി, ഒരു കീർത്തനം കൂടെ പാടി അവസാനിപ്പിക്കും. നരസിംഹ കീർത്തനം പാടി. ശുഭാംഗി പാടിക്കും. ശ്രീമദ് ഭാഗവതം की जय, श्रीला प्रभुपाद की जय, श्रील गुरुदेव की जय, गौर प्रमानंदे। हरि हरि बोल। हरे कृष्ण। थैंक यू।